നിങ്ങൾ ആരെങ്കിലും രാത്രി ഊബർ ബുക്ക് ചെയ്തിട്ട് വണ്ടി നമ്പർ നോക്കാണ്ട് വണ്ടിയിൽ കയറി ഇരുന്നിട്ടുണ്ടോ? എന്നാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുള്ള ഒരു കുട്ടിയുടെ കഥയാണിത്. എങ്ങോട്ടാ പോകണ്ടേ മാഡം എന്ന് ചോദിച്ച ഡ്രൈവറോട് അവൾ പറഞ്ഞു, തൻ്റെ ഫോൺ എടുത്ത് നോക്കടോ, ഊബറല്ലേ? അപ്പോൾ അവൾ പറഞ്ഞു, അയ്യോ സോറി മാഡം, എൻ്റെ ഫോൺ ഓഫായിപ്പോയി, എങ്ങോട്ടാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടാക്കി തരാം. എങ്ങോട്ടാ പോകണ്ടേന്നുള്ളതിൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തിട്ട് ഒരു സംശയത്തിൽ അവൾ വണ്ടിയിലിരിക്കുകയാണ്. മാഡം നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞ് അയാൾ മാഡത്തിനെ സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ മാഡത്തിനത് മനസ്സിലായിട്ടില്ല. ചെറിയൊരു സംശയത്തിൻ്റെ പുറത്ത് വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. പുള്ളിയുടെ ഇടയ്ക്കിടയ്ക്കുള്ള കള്ളനോട്ടവും ആ കള്ളച്ചിരിയും ഒക്കെ അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. വണ്ടി ഓടിക്കുന്നതിൽ ശ്രദ്ധിക്കാണ്ട് മാഡത്തിനെ നോക്കി വെള്ളം ഇറക്കി അടിമുടി നോക്കിയിട്ട് പുള്ളി ചോദിക്കുകയാണ്, ഭയങ്കര രാത്രിയായി മാഡം, താങ്കൾ ആരെ കാണാനാണ് ഈ വെച്ചേട്ടി പോകുന്നത്? നേരെ നോക്കി വണ്ടി ഓടിക്കണോ? പുള്ളിക്കാരിയുടെ മാസ് റിപ്ലൈ. ഈ മച്ചാൻ എവിടെ വിടുന്നു? നേരെ കയറി കാൽമ പിടിച്ച് എന്നിട്ടൊരു ട്രൈ അങ്ങോട്ട് നടത്തി. കൈയെടുത്ത് മാറ്റോ, താൻ എവിടുത്തെ ഡ്രൈവറാ? അപ്പോഴേക്കും മാഡത്തിനൊരു കോൾ വന്നു. ഹലോ, ഞാൻ ഊബർ ഡ്രൈവറാണ്, മാഡം എവിടെയാണ് നിൽക്കുന്നത്? ഇത് കേട്ടപ്പോൾ മാഡം ഞെട്ടി. അയ്യോ, അപ്പോൾ ഇത് ഊബർ ഡ്രൈവറല്ലേ? പക്ഷേ പുള്ളിക്കാരി ബുദ്ധിപൂർവ്വം ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് ഏതോ ഫ്രണ്ടാന്നുള്ള പോലെ അഭിനയിച്ച് ശരി ഡി ഓക്കെ ബൈ എന്ന് പറഞ്ഞ് ഫോം വെച്ചു. അയ്യോ ഡ്രൈവർ ചേട്ടാ, ഇവിടെ നിന്ന് റൈറ്റ് എടുക്കേണ്ടത്, നേരെയല്ല. അപ്പോൾ പുള്ളി പറയാണ്, ഇത് ഷോർട്ട് കട്ടാണ് മാഡം, ഈ വഴി പോയാൽ പെട്ടെന്ന് എത്തും. അയ്യോ ചേട്ടാ, വണ്ടി അവിടെ സൈഡാക്കിക്കോ, ഞാനിവിടെ ഇറങ്ങിയോണ്ട് എന്നവൾ പറയുവാണ്. ഏകദേശം കാര്യങ്ങൾ അവൾക്ക് മനസ്സിലായി എന്ന് അയാൾക്ക് മനസ്സിലായപ്പോൾ അയാൾ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിച്ചു. മാഡം തൽക്കാലത്തേക്ക് ഫോൺ ഉപയോഗിക്കണ്ട. വേറെ ഒരു രക്ഷയില്ലെന്ന് മനസ്സിലായ അവൾ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങാൻ നോക്കുവാണ്. അപ്പോൾ അയാൾ വണ്ടിയുടെ സ്പീഡ് കൂട്ടിയിട്ട് പറയാം, മാഡം മണ്ടത്തരമൊന്നും കാണിക്കരുത്, വണ്ടിയിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ മാഡം ചത്തുപോകും. പിന്നെ അയാളുടെ കുറേ സോപ്പിടലും ഭീഷണിയും. ഇയാളുടെ സംസാരമൊക്കെ കേട്ട് പേടിച്ചിരിക്കുന്ന നമ്മുടെ നായിക ചുറ്റും നോക്കുവാണ് ആരെങ്കിലും സഹായിക്കാനായിട്ടുണ്ടോ എന്ന്. ഡ്രൈവർ ചേട്ടൻ്റെ ഭീഷണി കേട്ട് പതറാതെ അവൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ബാക്കിൽ നിന്ന് പോലീസിൻ്റെ സൈറൻ അവൾ കേട്ടു. പെട്ടെന്ന് അവളുടെ മൈൻഡിലേക്ക് ഒരു ഐഡിയ വന്നു. കിട്ടിയ ഊട്ടി ഇല്ലേ ചട്ടി, എന്തായാലും ഒരു ട്രൈ നടത്തി നോക്കാം. എക്സ്ക്യൂസ് മീ മിസ്റ്റർ ഡ്രൈവർ സാർ, കുറച്ചും കൂടെ സ്പീഡിൽ പൊക്കോളൂ. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, മാഡത്തിന് ഇത്രയും ധൃതിയോ? അതെ, ധൃതി എന്ന് തന്നെ വെച്ചോ. തന്നെപ്പോലുള്ള ക്രിമിനൽസിനെയും കിഡ്നാപ്പേഴ്സിനെയും പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വണ്ടി കയറിയത്. ബാക്കിൽ പോലീസുണ്ട്. അയ്യോ ഡ്രൈവർ സാർ പേടിച്ചു പോയോ? മര്യാദയ്ക്ക് എൻ്റെ ഫോൺ തിരിച്ചു തന്നിട്ട് എന്നോട് ഇറക്കി വിട്ടോ, അല്ലെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഗണ്ണെടുത്ത് ഞാൻ ഒരെണ്ണം പൊട്ടിക്കും. എന്തേ, അല്ല ഓക്കെ അല്ലേ? ഇത് കേട്ട് ഞെട്ടിത്തെറിച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈവർ ബാക്കിൽ പോലീസ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിട്ട് വണ്ടി സൈഡാക്കുന്നു. ഓക്കെ, എൻ്റെ ഫോൺ അപ്പം ശരി. അങ്ങനെ നമ്മുടെ നായിക മാസമായിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുവാണ്. എന്നിട്ട് മനസ്സിലാലോചിക്കുകയാണ്, പോലീസുകാർക്ക് വരാൻ കണ്ട സമയം, ബെസ്റ്റ് സമയം, ദൈവമേ കാത്തുരക്ഷിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലേ. സോ ഗൈസ്, ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? വി ലിവ് ഇൻ എ ഡേഞ്ചറസ് വേൾഡ്. ഊബറിൽ കയറുമ്പോൾ നമ്പർ നോക്കി കയറുക, ആർക്കെങ്കിലുമൊക്കെ ലൊക്കേഷൻ അയച്ചു കൊടുക്കുക. ഈ ചേച്ചി രക്ഷപ്പെട്ട പോലെ എല്ലാവർക്കും രക്ഷപ്പെടണമെന്നില്ല.